ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിനെ ഒരു ബ്രേക്ക് വരാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാനാ, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചുമയും ജലദോഷം പനിയും പിടിച്ച് ഞാൻ സൈഡായി. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ അവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ ആമിക്കുട്ടീൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് കേട്ടോ. സാധാരണ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ ഓട്ടോ വരും. ഇന്നെന്തുകൊണ്ടോ അങ്ങോട്ട് കയറിയേക്കാൻ ഓട്ടോച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇതാ നമ്മളെ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണേ. ഇത് മെയിൻ ബസ് സ്റ്റോപ്പ് എന്ന് പേരുണ്ടെങ്കിലും ഇവിടേക്ക് ബസ്സില്ല കേട്ടോ. ഇവിടെ നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഓട്ടോയ്ക്ക് ഒരു 200 രൂപ 100 രൂപ കൊടുക്കണം കേട്ടോ. അതാണ് നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ദാ ആ നിർത്തിയിട്ടിരിക്കുന്നില്ലേ, അത് നമ്മളുടെ JCB ആണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മഴയായതുകൊണ്ട് ഇപ്പം നമുക്ക് പണിയില്ല. അതുകൊണ്ടാണ് നമ്മൾ JCB അവിടെ സൈഡായി കിടക്കുന്നത്. കുഴപ്പമില്ല, ഇടയ്ക്ക് ചേട്ടൻ വന്ന് സ്റ്റാർട്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. നമ്മളിവിടെ ഒരു ബസ്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. കൂടാണ്ട് നമ്മൾ ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, നല്ല പ്രകൃതി രമണീയമായൊരു പ്രദേശമാണ് കേട്ടോ. ചുറ്റും മലയും കുന്നും കാടും മേടും അങ്ങനെ. അപ്പോൾ ഇതാ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആമിക്കുട്ടി അക്കൂട്ടനും എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് അവരോട് ചോദിക്കണ്ടേ. അപ്പോൾ നമ്മളുടെ ആ ഒരു കവലേൻ്റെ ഫുൾ ഒരു പിക്ചർ വെറുതെ ഒന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ വർത്താനം പറഞ്ഞ് കട്ട വെയിറ്റിങ്ങിലിരിക്കുകയാണ് നമ്മൾ ഓട്ടോ ചേട്ടനെ. അപ്പം ആമീൻ്റെ കൂടെ 2 കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആമിക്ക് അവരുടെ കൂടെ പോയാൽ മതി. പക്ഷെ എന്തുകൊണ്ട് ആമി ഇതുവരെ ഡാൻസ് ക്ലാസ്സുമായിട്ട് സെറ്റായിട്ടില്ല. ആമി എപ്പോഴും ഒരു വിഷമമാണ് കേട്ടോ. അവൾക്ക് അമ്മ വേണം പോണെങ്കിൽ. പിന്നെ ഒരു 4-4.75 വയസ്സല്ലേ എൻ്റെ കുഞ്ഞിനായുള്ളൂ. ഇത്തിരി കൂടെ വലുതാവട്ടെ, എന്നിട്ട് അവിടെ തനിച്ച് വിടാം, പ്രാക്ടീസ് ചെയ്യിക്കാം അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ 3 പേരും പിന്നെയും വെയിറ്റിംഗ്. അപ്പം അതിൻ്റെ ഇടയിൽ ആമീനോട് ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആമിക്ക് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമി കുട്ടീൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇരുന്ന് കാണും. അതാണ് അവളുടെ ഇൻസ്പിറേഷൻ. അപ്പം എന്നോട് പറയും, അമ്മേ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പം ഞാൻ ചോദിക്കും, എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കരച്ചിലൊക്കെ നിർത്തി സ്മാർട്ടായിട്ട് സംസാരിക്കുമെന്ന്. എന്നോട് പ്രോമിസ് ചെയ്താട്ടോ എല്ലായിടത്തും വരുന്നത്. പക്ഷേ ഇറങ്ങാൻ നേരത്തെ അവിടെ കരച്ചിൽ വരും. അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോ വന്നിട്ട് നമ്മൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ഇതാ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ആമിക്കുട്ടീൻ്റെ കൂടെ ഉള്ളത്. ബാക്കി 2 പേരിൽ നിന്ന് ലീവാണ്, അവർക്കും ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രകൃതി രമണീയത. അപ്പം അതിൻ്റെ ഒരു സൈഡാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ലൊരു വ്യൂ ഉണ്ട്. അത് ഞാൻ ഈ നമ്മളുടെ വണ്ടിയിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞൊരു ടൗൺ. ടൗൺ ഞാൻ കവർ ചെയ്തില്ല കേട്ടോ. ടൗണിന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആമിക്കുട്ടീൻ്റെ ഡാൻസ് ക്ലാസ് നടക്കുന്ന സ്ഥലം. ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ, ശ്രീ അയ്യപ്പ ക്ഷേത്രം അമ്പലവയൽ. അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഡാൻസ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ പോയപ്പം തന്നെ ആമിക്കുട്ടീൻ്റെ മാഷൊക്കെ അവിടെ റെഡി ആയിരുന്നു. പക്ഷെ പിള്ളേരൊന്നും കുറവായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, മഴയായതുകൊണ്ടായിരിക്കും പിള്ളേരൊക്കെ ഒട്ടുമില്ലായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ആരും വന്നില്ലായിരുന്നു. ഒരു 2-3 പിള്ളേർ മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നേരം ഞങ്ങൾ ആമിക്കുട്ടീൻ്റെ ഡാൻസ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. ആമിക്കുട്ടി അത്രയും ഡാൻസൊക്കെ അങ്ങ് കളിക്കാനായില്ലേന്ന് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും. കാരണം ഭയങ്കര ടഫുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ. പക്ഷെ ആമിക്കുട്ടി സിനിമാറ്റിക് ഡാൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡാൻസിനും ചേർത്തിയത്. കുറച്ചും കൂടെ നോക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ അവിടെ ഡാൻസ് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് എവിടെയെങ്കിലും നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അക്കൂട്ടിന് ബോറടിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അവൻ ഇറങ്ങി ഓടാനും നടക്കാനൊക്കെ തുടങ്ങും. പിന്നെ കുറച്ച് നേരം ഞാൻ എന്താക്കി എടുത്തുകൊണ്ട് അവനെ പുറകിലും അവിടെ ഇവിടെ കൊണ്ടുപോയി സമാധാനിപ്പിച്ചു. ഇപ്പം കഴിയുന്നു ഡാൻസ്. അപ്പോൾ ഇതാ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോഴാണെങ്കിലും എനിക്ക് കുറേയൊന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അക്കൂട്ടൻ്റെ കയ്യിൽ കുട 2 സാധനം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തി. നല്ല ചൂട് നൂഡിൽസും കടയിൽ നിന്ന് മേടിച്ച സമൂസയും ചായയും കൂടെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി സമൂസയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആമിക്കുട്ടിയും അക്കൂട്ടനും ഒക്കെ കഴിക്കുകയാണ്. അക്കൂട്ട ഹാളിലും ആമിക്കുട്ടി റൂമിലും മാത്രമാണ് കേട്ടോ വ്യത്യാസം. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.